അങ്ങനെ കർത്താവിന്റെ നടുവിലുണ്ടായിരുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് ലഭിച്ച വിടുതൽ നിങ്ങൾ മറച്ചു വെക്കരുത്. നിങ്ങൾ മറച്ചു വെക്കരുത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിടുതൽ ലഭിച്ചെങ്കിൽ കൈയൊക്കെ ഉയർത്തി പിടിക്കുന്നേ. സ്തോത്രം. ആ വ്യത്യാസം ശരീരത്തിൽ അറിയുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്കാകാം, മുതിർന്നവർക്കാകാം, ഒരു മാറ്റം പ്രാർത്ഥനയ്ക്ക് ശേഷം ശരീരത്തെ അനുഭവിക്കാൻ പറ്റുന്നവർ കൈ ഉയർത്തി പിടിക്കുക. അമോളെ തന്നെ കൈ ഉയർത്തി അമോളെ വിളിച്ച മുമ്പിലെ കം ഫോർവേഡ് മോളെ, കം ഫോർവേഡ്. അവിടുന്ന് അനുഭവിച്ചവർ ദയവായി അനുഭവിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പിടിക്കുക. ദയവായി കരങ്ങൾ ഉയർത്തി പിടിക്കുക. അസൗഖ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നവർ കരങ്ങൾ ഉയർത്തി പിടിക്കുക. ഇനി ആ രോഗം നിങ്ങളെ തുടരുക. സിസ്റ്റർ, ഇപ്പൊ ബാക്ക് പെയിൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ കുനിഞ്ഞു നോക്കിയോ? മുട്ട് മടക്കി നോക്കിയോ? വേദന തോന്നുന്നുണ്ടോ? നിങ്ങൾ മുമ്പ് ചെയ്യാൻ പറ്റാ ചെയ്യാം. പ്ലീസ് ഡു. യേശു ക്രിസ്തു സൗഖ്യദായകനല്ലേ? ഞാൻ പ്രസംഗിച്ച കർത്താവ് കല്ലറയിലിരിക്കുന്നവനാണോ? മോർച്ചറിയിലിരിക്കുന്നവനാണോ? ഇന്നും ജീവിക്കുന്നവനല്ലേ? ജീവിതയാത്ര കൂടെ നടക്കുന്നവനല്ലേ? അങ്ങനെങ്കിൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നിങ്ങളെ തൊട്ടില്ലേ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ വിടുതൽ. മറച്ചു വെക്കരുത്, മറച്ചു വെക്കരുത്. ആ മാറ്റം അറിയുന്നവർ കൈകൾ ഉയർത്തി പിടിക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മോനെ, എന്താ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്തത്? എന്താ സംഭവിച്ചത്? ഈ കണ്ണിന് അത്ര കാഴ്ചയിലായിരുന്നു. ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഒരാഴ്ചക്ക് മുമ്പ്, 1-2 ആഴ്ചക്ക് മുമ്പ്. അപ്പൊ ഇതിന് ഓപ്പറേഷന് ശേഷം എനിക്ക് അത്ര നല്ല കാഴ്ചയിലായിരുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് മാറുന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ വ്യത്യാസമൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. ഞാനങ്ങനെ ആദ്യമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി വരും. അപ്പോൾ ഇപ്പം എനിക്ക് കാണാം. ദൈവമക്കളെ, ഇതൊരു സാധാരണ സംഭവമല്ലേ? എന്നാൽ ഇത് ചെയ്തത് അസാധാരണനായ ദൈവത്തിന്റെ കൈയല്ലേ? മോൻ എത്ര നാൾ മുമ്പ് ഓപ്പറേഷൻ നടന്നേ? 2-3 ആഴ്ച. ഇത് പറയാൻ എന്തിനാ മടിക്കില്ലേ? ഞാനൊരു സത്യം പറയട്ടെ. ഐസിയുവിനകത്ത് ബോധമില്ലാതെ കിടക്കുമ്പോ ആയിരക്കണക്കിന് ആൾക്കാർ കാണാൻ വരുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോഴേ സൗഖ്യപ്പെട്ട് കർത്താവിന്റെ ഒരു സാക്ഷി പറയുന്നത്? അതിനേക്കാൾ വലിയ നാണക്കേടാണോ ഇത്? സ്വന്തം നോക്കേ, ഈ മകന്റെ കണ്ണ് തുറക്കണമെങ്കിൽ ഇത് ടിനു ജോർജിന്റെ കൈയല്ല. ഇന്ന് രാത്രി ഞാൻ ആരെയാണോ പ്രസംഗിച്ചത് അവൻ ഇതിന്റെ നടുവിലുണ്ടായിരുന്നു. കാരണം ഒരു രോഗി സൗഖ്യമാണെങ്കിൽ 100 രോഗി സൗഖ്യമാണെങ്കിൽ യേശു തുടങ്ങണം. യേശു തുടങ്ങണമെങ്കിൽ യേശു വരണം. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എന്തായിരുന്നു അവന്റെ അനുഭവിച്ച അത്ഭുതത്തെ അവൻ എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവന്റെ മമ്മിയോ പപ്പായോ ഇവിടെ ഉണ്ടോ? നാട്ടില. ഇതറിയാവുന്ന വേറെ ആരുണ്ട് ഇവിടെ? ഇത് കണ്ണിന്റെ യെസ്. ഞാൻ ഒരു ചേട്ടനുണ്ട്, റോബിച്ചൻ. പുള്ളിയിട്ട് പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ഈ കണ്ണിന് ഇതിന് അത്ര ഇല്ലെന്ന് പറഞ്ഞു. മോനെ, ഇവിടെ വരുമ്പോ ഈ കണ്ണിന് എങ്ങനെയായിരുന്നു കണ്ടോണ്ടിരുന്നേ? എനിക്ക് ഗ്ലാസ് ഉണ്ടായിരുന്നു. ഒരു സർജറി 3 ആഴ്ചകൾക്ക് മുമ്പ് നടന്നു. അപ്പൊ ഈ കണ്ടോണ്ടിരുന്ന കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബ്ലർ ആയിരുന്നു, കാണാനൊക്കത്തില്ലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്റെ ഈ ഒരു കണ്ണിന് അത്ര ക്ലാരിറ്റി ആയിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ദൂരെയുള്ളത് കാണാൻ പറ്റില്ലായിരുന്നു. ദൂരമുള്ളത് എനിക്ക് അങ്ങനെ കാണാം. ആ ക്ലോക്കിലെ ടൈം ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു നേരത്തെ. ഓപ്പറേഷന് മുമ്പ് എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ കണ്ണ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഈ കണ്ണിന് അത്ര ക്ലാരിറ്റി ഇല്ലെന്ന്. ഇവ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്നാ സംഭവിച്ചേ? I can see it equally good. I can see it equally. പഠിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. കൈ അടിക്കുന്നതിലൊന്ന് ചൊവ്വയടിച്ച് രണ്ട് കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞേ.
ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല, ഞാൻ പതറുകയില്ല. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന്റെ രാജ്യത്തിന് ആവശ്യമുണ്ട്. നിന്റെ കണ്ണിനെ ഇന്ന് രാത്രി കർത്താവ് തൊട്ട് തുറന്നത്, ജീവിതയാത്രയിൽ പലപ്പോഴും നീ പുറകോട്ട് പോയപ്പോഴും കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചു. മനസ്സ് മടുത്ത സന്ദർഭങ്ങളിലും നിന്റെ മുറിയിൽ അവൻ ഇറങ്ങി വന്ന് നിന്നെ ബലപ്പെടുത്തി. ഇന്ന് രാത്രിയിൽ എന്റെ കണ്ണിന് എന്താണ് സംഭവിച്ചെന്ന ആകുലത നിന്റെ മുമ്പിൽ ഉണ്ടായി. എന്നാൽ കർത്താവ് ഇറങ്ങി വന്ന് നിന്നെ സൗഖ്യമാക്കി. ലോർഡ് ജീസസ്, ഈ ചെറുപ്പക്കാരൻ കുട്ടിക്കാരനോട് ഇന്ന് ഈ സാക്ഷ്യം സ്റ്റേജിൽ നിന്ന് പറയണമെങ്കിൽ, കർത്താവ് നിന്റെ കരവിനെ തൊട്ടതല്ലാതെ മറ്റെന്താ. അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി, അങ്ങയുടെ വിടുതലിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. Yes, sister. വരൂ മുൻപിലേക്ക്. കർത്താവ് എന്താ ചെയ്യുന്നത്? 6 months ആയിട്ട് എനിക്കത് ഷോൾഡർ ഇവിടെ ഇങ്ങനെ വേദനയും അത് കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഷോൾഡറിനൊക്കെ വളരെ നല്ല പെയിൻ. രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ അവിടെ അമ്മായി പോകുന്ന അവസ്ഥ. ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് കർത്താവ് ചെയ്തത്? ഇതേ ഒന്ന് വിടൽ കിട്ടി. എനിക്കൊരു പെയിനോ പ്രയാസങ്ങളൊന്നും ഇല്ല. എങ്ങനെ അറിയാം സൗഖ്യമായത്? എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നത്. അവിടെ ഒരു വേദനയോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഇനി കൈ ഇങ്ങനെ മാറ്റാനോ അതുപോലെ എന്തെങ്കിലും ചെയ്യാനൊക്കെ വലിയ പ്രയാസമുണ്ട്. കൈ പുറകോട്ട് എടുക്കാൻ പാടായിരുന്നോ? പാടുണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പം കുഴപ്പമില്ല. ചെയ്തെങ്ങനെ ചെയ്ത്? നേരത്തെ ഇങ്ങനെ പറ്റില്ലായിരുന്നോ? പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ ഷോൾഡർ ഇവിടെ നല്ല പെയിനായിരുന്നു. ഇപ്പൊ അതില്ല. ഇല്ല. കരങ്ങൾ അടിച്ച് ദൈവത്തിനൊന്നും മഹത്വം. ഇത് കർത്താവിന്റെ കയ്യാ. മനുഷ്യർക്ക് ഒരു പുകഴ്ചയില്ല. യേശു ഇത് ചെയ്യുന്ന. കരങ്ങളടിച്ച് വായകൾ തുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. Lord, thanks for the healing. Thanks for the miracle. In the name of Jesus, Lord. Amen. വരൂ സഹോദരി മുൻപിലേക്ക്. എന്താ കർത്താവ് ചെയ്ത് പറയൂ. 2 വർഷമായിട്ട് ഈ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. കൈ കൊണ്ടൊന്നും കനമൊന്നും എടുക്കാനൊക്കില്ല. ഇപ്പം ഫസ്റ്റ് പ്രാർത്ഥിച്ച് എൻ്റെ വേദന കൈ ഇങ്ങനെ കൈ അടിക്കാനും എനിക്ക് സാധിച്ചു. നേരത്തെ ഇവിടെ നല്ല പെയിനായിരുന്നു. വലിയ വേദന. ഇപ്പൊ വേദന തോന്നുന്നില്ല. ഇല്ല, ഒട്ടും. കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം. Thanks for the healing. അങ്ങനെ എന്താ കർത്താവ് ചെയ്ത് പറയൂ. പ്രാർത്ഥന ചെയ്യുക. എൻ്റെ ലൈഫില് ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ നടന്ന വിടുതൽ പറയൂ. ഇപ്പൊ എനിക്ക് എൻ്റെ ഈ കണ്ണ് ടോട്ടലി സ്ട്രോക്ക് വന്നത് 100% പോയി. അത് കാഴ്ചയില്ല. ഇതിനാണെങ്കിൽ ഒരു 70% കാഴ്ചയുള്ളൂ. ഇപ്പൊ എനിക്ക് ആ കണ്ണ് നല്ലതുപോലെ കാണാം. എങ്ങനെ? ഇതിന് ഫുൾ കാഴ്ചയില്ല. ഒരു 70-80% ഉള്ളൂ. ഇപ്പൊ എനിക്ക് ഞാൻ വാച്ചിൽ നോക്കിയാൽ എല്ലാ അക്കങ്ങളും കാണാൻ പറ്റുന്നുള്ളൂ. കർത്താവ് നമ്മുടെ മധ്യേ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കൊന്ന് കരങ്ങളെ തട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ. നിങ്ങൾക്ക് ആരാധിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ആ കരം അടിച്ച് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കൈകൊട്ടി പാടാൻ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നാൾ മുമ്പ് സ്റ്റോക്ക് വന്ന? എത്ര നാൾ മുമ്പ്? സ്ട്രോക്ക് വന്നിട്ട് 1.5 വർഷം വൈഫ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. പേരിഷി ഓടി വരിക മുന്നിലേക്ക്. കാലുകളേറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി. പിന്നെ കാൽ വഴുതുവാൻ ഇടമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കംപ്ലീറ്റ് കാഴ്ച പോയി. പോയി റൈറ്റ് കണ്ണ്. എന്നാൽ ഈ ആ കണ്ണാ ഇപ്പൊ കാണുന്നെന്ന് പറഞ്ഞു. റൈറ്റ് കണ്ണ് ഒട്ടും കാണത്തില്ല, കാണില്ല. ലെഫ്റ്റ് കണ്ണിന് കാഴ്ച കുറവായിരുന്നു, അതാണ് ഇപ്പൊ 100% ഹീലായി. നേരത്തെ വാഷിന്റെ ഡയൽ നോക്കുമ്പോ എന്തുവായിരുന്നു അനുഭവം? എനിക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല, ഡേ ടൈമിലൊക്കെ മാത്രമാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റും, വൈകിട്ടൊന്നും. ഇപ്പൊ കണ്ണിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു, കൈ മാറ്റി, അതിനുശേഷം നോക്കിയപ്പോ എന്താ അനുഭവിച്ചത്? എനിക്കിപ്പോ ഈ വാച്ചിന്റെ അക്കങ്ങളെല്ലാം കാണാൻ പറ്റുന്നു. ആ കരങ്ങളൊന്നും അടിച്ച് സൗഖ്യപ്പെടുന്ന കർത്താവിന് കൈ അടിക്കുന്നെങ്കിൽ ചൊവ്വ അടിച്ച ദൈവത്തിന് മഹത്വപ്പെടുത്താം. Thank you for the healing. Thanks for the deliverance, Father God. Lord, I release the power of total healing right now in the name of Jesus. Heal, Father God. Thank you, Holy Ghost. എന്താണ് സംഭവിച്ചത്? എത്ര നാളെ കൈ ഉയർന്നില്ലായിരുന്നു? 2 മാസം കാണുന്നു. എത്രത്തോളം കൈ ഉയരുമായിരുന്നു? ഇപ്പൊ എന്നാ സംഭവിച്ചേ? കുഴപ്പമില്ല. നേരത്തെ പെയിൻ ഉണ്ടായിരുന്നു. അതെന്താ അങ്ങനെ വന്നതിന്റെ കാരണം അറിയില്ല. പക്ഷെ കൈ ഉയർത്തും വേദനയായിരുന്നു. ഇത്രയും വരെ പോകാൻ പറ്റുള്ളായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ വേദനയില്ല, പിടുത്തമില്ല, തടസ്സമില്ല. കരങ്ങളൊന്ന് അടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞു. ആ മോളെ കുറിച്ച് എന്റെ മുട്ട് മടങ്ങത്തില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഓടാൻ സമയമാകുമ്പോൾ എനിക്ക് ഓടാൻ ഒക്കത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുട്ട് കുറേ പ്രാവശ്യങ്ങൾ മടിക്കുമ്പോൾ ഒട്ടും വേദനയില്ലായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും ആ പെയിൻ ഉണ്ടായിരുന്നു. ഈ മോളുടെ പേരൻസ് ഉണ്ടോ ഇവിടെ? മമ്മി, പപ്പയോ ആരെങ്കിലും? എന്നെ വണ്ടിയെ എന്തെന്ന് മോളുടെ പ്രോബ്ലം? മുട്ടിന്റെ കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ ക്ലാസ്സിനൊക്കെ ചെല്ലുന്ന ഓടെ പ്രയാസം ചിലപ്പോഴൊക്കെ നോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 മൊമെന്റിന് എനിക്ക് കാൽ ഫീൽ ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. അന്നേരം മടിക്കുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം നല്ലപോലെ മടങ്ങി. അന്നേരം ഒട്ടും വേദന എടുത്തില്ല. ആ സമയത്ത് മോൾക്ക് കാലിൽ തന്നെ അനുഭവിച്ച പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിടുതലൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് മോള് മടക്കി നോക്കി, ഒരു വേദനയില്ല. ഇല്ലായിരുന്നു. നേരത്തെ അങ്ങനെ പറ്റില്ലായിരുന്നു. ഇല്ലായിരുന്നു. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ സൗഖ്യപ്പെട്ടു എന്നെങ്ങനെ അറിയാം? കാലും മടക്കാനിപ്പോ വേദനയൊക്കെ മാറി. നേരത്തെ മടക്കുമ്പോ വേദന ഉണ്ടായിരുന്നു. വേദന ഒരു കാലും ഫ്രാക്ചറാണ്, ഒരു കാലും നീര്, 2 കാലം കൊണ്ട് ജോലി നടക്കത്തില്ല. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ വിടുതൽ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തേ? ഒരു ഏതോ എല്ലാം ദേഹത്തു നിന്ന് പോയത് പോലൊരു വിടുതൽ എനിക്ക് അനുഭവപ്പെട്ടു. വേദന പോയി. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാ, ആരാധിപ്പാ.